നമസ്കാരം. ചലച്ചിത്ര ആപ്പിന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ നവംബർ മാസം 30 കേരള PSC വിവിധ നോട്ടിഫിക്കേഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ജനറൽ PSC വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് 10ാം ക്ലാസ് യോഗ്യത, 12th ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് മാത്രം ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ നിലവിൽ ലഭ്യമാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും ജനുവരി മാസം 1 മുമ്പായിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. 30 നോട്ടിഫിക്കേഷൻസ് എല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി മാസം 1 ആണ്. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും ലേറ്റസ്റ്റ് PSC അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. കാര്യത്തോട് കിടക്കാം. ഇതിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കേരള വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയനോട്ടാണ് നിയമനം. ഇതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്. ഷെഡ്യൂൾ ട്രൈ വിഭാഗത്തിൽ നിന്ന് 8 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ST വിഭാഗത്തിൽ നിന്നും 8 വേക്കൻസിയാണ്. 31,100 തൊട്ട് 66,800 ആണ് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. NCA വേക്കൻസി ആണ്. 446/2024 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 443 തൊട്ട് 45 വരെയുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് 3 നോട്ടിഫിക്കേഷൻസിലായിക്കൊണ്ട് 3 വ്യത്യസ്ത NCA നോട്ടിഫിക്കേഷൻ ആണിത്. ഇത് എക്സൈസ് ഇൻസ്പെക്ടർ ഡിഗ്രി ലെവൽ തസ്തികയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. മനസ്സിലാക്കാം. സ്കെയിൽ ഓഫ് പേ 43,400 തൊട്ട് 91,200 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇതിന്റെ നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിലാണ്. ഒന്ന് 443/2024 എന്ന് പറയുന്നത് SIUC നാടാർ കാസ്റ്റിനാണ്, ഒരു വാക്കൻസി ആണുള്ളത്. 444 എന്ന് പറയുന്നത് SCCC ആണ്, അത് ഒരു വാക്കൻസി ആണ്. അതുപോലെ തന്നെ ആണെങ്കിൽ 45 ആണെങ്കിൽ SC വാക്കൻസി ആണ്, ഒരു വാക്കൻസി ആണ് നിലവിലുള്ളത്. അപ്പോൾ 3 NCA നോട്ടിഫിക്കേഷൻസ് ആണ് 443 തൊട്ട് 45 വരെയുള്ള കരിയർ നമ്മളായിക്കൊണ്ട് PSC പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആണ്. ഇത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. ഈ വർഷം നമ്മൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ മാസം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കൂട്ടത്തിലുള്ള അതിന് മുമ്പുള്ള ഒരു NCA നോട്ടിഫിക്കേഷൻ ആണ് ഇത് മനസ്സിലാക്കാം. ഇതേപോലത്തെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് ഫീൽഡ് ഓഫീസർ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിത്തിലോട്ടുള്ള ഫീൽഡ് ഓഫീസർ. 2 വർഷം മുമ്പ് ഫീൽഡ് ഓഫീസറിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. വീണ്ടും അതിന്റെ ഒരു NCA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. രണ്ടാമത്തെ NCA വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണിത്. 2 കാറ്റഗറി നമ്പറിലായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. 449 450. SIUC നാടാർ ഒരു വാക്കൻസിയും ധീവര ഒരു വാക്കൻസി. ഇങ്ങനെ 2 നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് 2 കാസ്റ്റിലോട്ടുള്ള 2 NCA വേക്കൻസികളാണ്. ഇതും ഈ പറയുന്ന പോലെ NCA ആണ്. ഫീൽഡ് ഓഫീസർ ഡിഗ്രി ലെവൽ തസ്തികയാണ്, ഡിഗ്രിയാണ് യോഗ്യത എന്ന് പറയുന്നത്. ജനുവരി മാസം 1 അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട കാസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫയർമാൻ ആണ്. ഇത് ഫയർഫോഴ്സിലോട്ടുള്ള ഫയർമാൻ അല്ല, കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലോട്ടുള്ള ഫയർമാന്റെ തസ്തികയാണ്. 16,500 തൊട്ട് 35,700 വരെയാണ് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഒറ്റ വാക്കൻസി മാത്രമേ ഉള്ളൂ കേര ഫെഡിലോട്ട്. മനസ്സിലാക്കുക. ജനുവരി മാസം 1 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷ സമർപ്പിക്കാൻ എലിജിബിൾ ആണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാം. മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രൊഫൈൽ ഇത് നിലവിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് വൈഡ് വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ചലഞ്ചർ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ കാറ്റഗറികളായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സുകളെല്ലാം ലഭ്യമാണ്. ഇനി നമ്മുടെ മെന്റർഷിപ്പ് പ്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.